ഹലോ ഗൈസ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ള ഒരു ക്യൂട്ട് ഡെസ്ക് ഡെക്കോർ ആയിട്ടാണ്. ഇത് കണ്ടപ്പം തന്നെ ലവ് അറ്റ് ഫസ്റ്റ് ആയിട്ട് പോലെ എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര ഇഷ്ടമായേ. കാണാനും ക്യൂട്ടാണ്, ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും എന്നല്ല ഞാൻ വിചാരിച്ച്. പക്ഷെ അതെൻ്റെ വിചാരം മാത്രമായിരുന്നു ഗൈസ്. തുടക്കത്തിലെല്ലാം ഐറ്റം നല്ല സ്മൂത്തായിട്ട് പോയി. മേഘം പോലത്തെ ആയിക്കൊണ്ട് സിമ്പിളായിട്ട് വരക്കാനും പറ്റി. ഇതുവരെ വളരെ ശരിയായിരുന്നു. പക്ഷെ ഇതിന് ശേഷം പെയിൻറ്റ് കൊടുത്തത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഈ ഒരു പിങ്ക് ഷെയ്ഡൊക്കെ തീരെ ഇഷ്ടമായിട്ടില്ല. ഞാൻ എപ്പോൾ പെയിൻ്റ് എടുത്താലും ഇത് തന്നെയാണ് അവസ്ഥ. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ മിക്സ് ചെയ്തതിൻ്റെ പ്രശ്നമായിരിക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ വിമാനം ബുദ്ധിയിൽ മറ്റേതിൽ സ്കെച്ച് പെൻ യൂസ് ചെയ്തിട്ടാണ് വരച്ചത്. അത് അതിനും വല്ല ഫ്ലോപ്പേനും. പക്ഷെ കുഴപ്പമില്ല, ഏത് തെറ്റൊക്കെ ഒരു പോലീസുകാരനും പറ്റുന്നതാണല്ലോ. അതുകൊണ്ട് നമുക്ക് അടുത്തതിൽ പിടിക്കാം. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നെ ഐജോ മാക്സിൽ പോയിട്ടുണ്ടായിരുന്നു. അവിടുന്ന് ഞാൻ വാങ്ങിച്ചൊരു ക്യൂട്ട് ലിറ്റിൽ ബുക്കാണ് ഇത്. മറ്റേത് ഫ്ലോപ്പായ സ്ഥിതിക്ക് അതിൻ്റെ വിഷമം മാറ്റാൻ ഞാൻ എൻ്റെ സ്ഥിരം പരിപാടി അങ്ങ് എടുത്ത്. നമ്മുടെ ജേർണലിങ് തന്നെ. പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ ഫസ്റ്റ് പേജിൽ എഴുതാനൊരു എക്സൈറ്റ്മെൻ്റ് ആയിരിക്കുമല്ലേ? അതേ എക്സൈറ്റ്മെൻ്റ് ഉണ്ടായിരുന്നു എൻ്റെ പുതിയ ബുക്കിൽ ഫസ്റ്റ് ജേർണലിങ് ചെയ്യുമ്പോൾ. ഈ ബുക്കിൻ്റെ കളർ പിങ്ക് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് കളർ പിങ്ക് തീമിൽ തന്നെ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. വാൾപേപ്പർ ഡെക്കോർ ചെയ്യാൻ വാങ്ങിച്ച കുറച്ച് പേപ്പർ പ്രിൻറ്റ്സ് ബാക്കിയുണ്ടായിരുന്നു. അതെടുത്തിട്ടാണ് ഞാൻ ബാക്ക്ഗ്രൗണ്ടും പിന്നെ അതിൻ്റെ മാർജിൻസ് എല്ലാം ഉണ്ടാക്കിയത്. ഇനി വരുന്ന എല്ലാ ജേർണലിങ്ങും ഈ ബുക്കിൽ തന്നെ ചെയ്യാനാണ് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ളത്. കാരണം ഇതൊരു മിനി ബുക്ക് ആയിക്കൊണ്ട് ഇതിൽ ജേർണലിംഗ് ഒക്കെ ചെയ്താൽ ഭയങ്കര ക്യൂട്ടായിരിക്കും കാണാൻ വേണ്ടിക്ക്. പിന്നെ കുറച്ച് എസ്തെറ്റിക് ആക്കാൻ വേണ്ടിക്ക് പൂവും പൂമ്പാറ്റിയും. പിന്നെ ജേർണലിംഗ് എന്ന് പറയുന്നത് അഫർമേഷൻ കോഡ്സ് ആണല്ലോ. അപ്പോൾ പിന്നെ കുറച്ച് കോഡ്സൊക്കെ ആയിട്ട് നമ്മൾ ജേർണലിംഗ് അവിടെ സെറ്റായിട്ട് വരുന്നുണ്ട്. ഈ ഒരു ജേർണലിംഗ് കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു ബുക്ക് ഞാൻ എപ്പോൾ എടുത്ത് നോക്കിയാലും എനിക്ക് നല്ലൊരു കോൺഫിഡൻസ് കിട്ടണം. അതിനു വേണ്ടി ക്യാപ്റ്റായിട്ടുള്ളൊരു കോട്ട് തന്നെയാണ് ബിലീവ് ഇൻ യുവർ സെൽഫ് എന്നുള്ളത്. പിന്നെ ഈ ഒരു സ്റ്റിക്കർ ബുക്കും ഞാൻ എജു മാക്സിൽ തന്നെ വാങ്ങിച്ചതാണ്. എന്ത് പറഞ്ഞാലും എസ്തെറ്റിക്സ് ആണല്ലോ നമ്മൾ ഇമ്പോർട്ടൻസ്. ഈ ഒരു ജേർണലിംഗ് ചെയ്തപ്പോൾ പെൻ ഹോൾഡർ ഫ്ലോപ്പായി എൻ്റെ സങ്കടം അങ്ങ് മാറിക്കിട്ടി. ആ ഒരു വിഷമം മാറിക്കൊണ്ട് തന്നെ ഞാൻ ആ പെൻ ഹോൾഡറിൻ്റെ പണിയിലേക്ക് വീണ്ടും നീങ്ങിയേ. നമുക്ക് കഴിവില്ലെങ്കിലും ശ്രമിക്കുന്നതിന് തെറ്റൊന്നുമില്ലല്ലോ. അത്യാവശ്യം കഴിവും ക്ഷമയുള്ള ടീംസാണ് നിങ്ങളെങ്കിൽ ആ പെൻ ഹോൾഡർ ശരിക്കും എളുപ്പമുണ്ടാക്കാൻ. അതിന് പ്രൂഫ് ഉണ്ടോ? അപ്പോൾ ഇതുപോലത്തെ കണ്ടൻസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.